നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. പൊതുപ്രവർത്തകനായിരുന്ന അന്തരിച്ച ഗിരീഷ് ബാബുവാണ് ഹർജിക്കാരൻ. വിജയത്തിന് പൊതു താൽപര്യമില്ല എന്ന് വ്യക്തമാക്കി മൂവാറ്റുപുഴ വിജിലൻസ് കോടതി നേരത്തെ ഹർജി തള്ളിയിരുന്നു. ഇതിനെതിരെയാണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. വീണ വിജയന്റെ സ്ഥാപനത്തിന് കരിമണൽ കമ്പനിയായ CMRL പണം നൽകിയത് മുഖ്യമന്ത്രിയുടെ മകൾ ആയതുകൊണ്ടാണ് എന്നും അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ ഇത് വരുമെന്നുമാണ് ഹർജിയിലെ വാദം. മാസപ്പടി ആരോപണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമർശനവുമായി CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി നേരത്തെ രംഗത്ത് വരുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ആക്ഷേപങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറയാത്തത് സംശയത്തിന് ഇടയാക്കിയെന്നാണ് കമ്മിറ്റി അംഗങ്ങൾ അന്ന് വിമർശിക്കുന്നത്. കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം പോലും മുഖ്യമന്ത്രിയിൽ നിന്ന് ഉണ്ടായില്ല എന്നും മുഖ്യമന്ത്രി എന്തിനാണ് മൗനം പാലിച്ചത് എന്നുമായിരുന്നു കമ്മിറ്റി അംഗങ്ങളുടെ പ്രധാന ചോദ്യം. നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് പറഞ്ഞാൽ എന്ത് കുഴപ്പമെന്നും അംഗങ്ങൾ ചോദിച്ചു. സ്പീക്കർ AN ഷംസീറിനെതിരെയും വിമർശനങ്ങൾ അന്ന് ഉണ്ടായിരുന്നു. ഷംസീറിന്റെ ബന്ധങ്ങൾ കമ്മ്യൂണിസ്റ്റ് രീതിക്ക് നിരക്കാത്തതാണെന്നായിരുന്നു കമ്മിറ്റി അംഗങ്ങൾ അന്ന് വിമർശിച്ചത്. എന്തായാലും മുഖ്യമന്ത്രിക്കെതിരെ ആലപ്പുഴ, കോട്ടയം, കൊല്ലം അങ്ങനെ എല്ലാ ജില്ലകളിലെ കമ്മിറ്റികളിലും വിമർശനം ശക്തമായി തന്നെ ഉയർന്നിരുന്നു. അതിലെ പ്രധാനപ്പെട്ട വിമർശനങ്ങളിൽ ഒന്നായിരുന്നു മാസപ്പടി കേസ്. എല്ലാ കമ്മിറ്റി അംഗങ്ങളും ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടാണ് മുഖ്യമന്ത്രിയെ കുരുക്കാനായി ഉള്ള അല്ലെങ്കിൽ മുഖ്യമന്ത്രി അടിക്കാനുള്ള പ്രധാന ആയുധമായി കണ്ടത്. എന്തായാലും അതേ മാസപ്പടി കേസ് ഇന്ന് വീണ്ടും ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വരികയാണ്. എന്തായിരിക്കും സംഭവിക്കാമെന്ന് കണ്ടറിയേണ്ടതുണ്ട്. പക്ഷെ അപ്പോഴും തെറ്റുതിരുത്താനുള്ള നടപടികൾ അല്ലെങ്കിൽ സമയബന്ധിതമായി തന്നെ തെറ്റുതിരുത്താനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് CPM. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിൽ ഹൈക്കോടതി എടുക്കുന്ന തീരുമാനം, അതിന്റെ വിധി എങ്ങനെയായിരിക്കും, പരിഗണിക്കുമ്പോൾ സ്വീകരിക്കുന്ന നടപടികൾ എന്തായിരിക്കും, വിമർശനങ്ങൾ ഏതെങ്കിലും ഉണ്ടാകുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഉറ്റുനോക്കുകയാണ്. കാരണം എല്ലാം ഈ ഒരു ഘട്ടത്തിൽ പ്രധാനമുള്ളതാണ്. എന്തായാലും ഹൈക്കോടതി ഇന്ന് ഹർജി പരിഗണിക്കാൻ പോവുകയാണ്. എന്തായാലും കണ്ടറിയാം. പൊതുപ്രവർത്തകനും അന്തരിച്ച ഗിരീഷ് ബാബുവാണ് ഹർജിക്കാരൻ. എന്തായാലും ഹർജിക്കാരന് വേണ്ടി അഭിഭാഷകൻ ഹാജരാകുമെന്ന് മനസ്സിലാകുന്നു. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഹൈക്കോടതിയുടെ തീരുമാനം എന്തായിരിക്കുമെന്ന് കണ്ടറിയാം.